എടാ എന്താ വേണ്ട വേണ്ട അത് പിന്നെ പറയാം. ഞാൻ അങ്ങോട്ട് ഇറങ്ങുവാണേ. അന്ന് സസ്പെൻസ് ആക്കുന്നില്ല. നീ നാളെ തൊട്ട് വരണ്ട കേട്ടോ. ഇത് ഗ്യാങ് കളിക്കണ്ട. ഇല്ല, നിന്റെ താല്പര്യം ഇവിടെ കളിപ്പിക്കാൻ. അതായിരുന്നു ഞാൻ പറയാൻ വന്നത്. പിന്നെ നിനക്ക് പേഴ്സണലി ഇൻബോക്സ് മെസ്സേജ് അയക്കാന്ന് വിചാരിച്ചു. എന്തായാലും നീ പറയാൻ പറഞ്ഞോണ്ട് പിന്നെ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. കാരണം എന്താന്ന് വെച്ചാ നിന്നെ ഗൺ പവർ ബേസിസിലാണ് നമ്മൾ എടുത്തത്. അപ്പൊ ഗൺ പവറിന് ബോബ് തിരിച്ചു വന്ന്, ബോബ് PC ഒക്കെ കിട്ടി, ബോബ് തിരിച്ചു വന്ന്. അപ്പൊ ഗൺ പവറിന് നമുക്കൊരു പ്ലെയർ ഓൾറെഡി വന്നു കഴിഞ്ഞു. അപ്പൊ ഇനി നിന്റെ ആവശ്യമില്ല, നിന്റെ ആവശ്യമില്ല. വിഷമത്തോടെ ആണെങ്കിലും ബോബെ പറഞ്ഞു വിട്ടേര് കേറിക്കോ. ആവശ്യമില്ലല്ലോ. അഡ്മിൻ ലൈവ് നോക്ക്, ക്യാമറ കയറി പണിയെന്ന്. ഞാൻ കയറി നോക്കാം. പെട്ടി സാധനങ്ങളൊക്കെ ആയിട്ട് ഇറങ്ങി. ഞാൻ അണ്ണനെ കണ്ട് ആദ്യം ഫ്ലഫി വിചാരിച്ച. വേണ്ട ബോബെ, നീ എവിടെ പോണ ബോബെ? ഞാൻ പെട്രോൾ അടിക്കും, ഞാൻ ബാലിനും കൂടെ. ഏത് വണ്ടിയില് ക്രോസ് എയറിലാട്ടോ എനിക്ക്. ക്രോസ് എയറല്ലേ എനിക്കുണ്ട്, പക്ഷെ കണ്ടില്ല. നീ ഒന്ന് വണ്ടി നിർത്തി. എനിക്ക് ഒരു ധൈര്യക്കുറവുണ്ട്. ഒന്ന് നിർത്തി. മാവ് അടിക്കണ്ട, മാവ് ഞാനൊന്ന് എനേബിൾ ചെയ്തോട്ടെ. എനിക്ക് ഇവൻ്റെ കൂടെ പോകുന്നതിൽ അത്രയ്ക്ക് കുറച്ച് വിശ്വാസക്കുറവുണ്ട് ഗീസ്. എനിക്ക് കുറച്ച് വിശ്വാസക്കുറവുണ്ട്. ഞാൻ ക്രോസ് എയർ എനേബിൾ ചെയ്തിട്ട് വരാം. എനിക്കൊരു വിശ്വാസക്കുറവുണ്ട്. ക്രോസ് എയർ എക്സ് ലോഞ്ച് എനിക്ക് അതിലൊരു വിശ്വാസക്കുറവുണ്ട്. ഇവൻ്റെയൊക്കെ കൂടെ പോകുമ്പോൾ ഇത് എനേബിൾ ചെയ്തില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. ഒന്ന് വണ്ടി എടുത്തു. ഇനി ഒരു വണ്ടി എടുത്തു. ഹലോ മച്ചാനെ, സംഭവം എന്തിനാണ്? സിനിമയാണോ? ഹലോ, എന്താണ് വണ്ടി? ഇതെന്ത് വണ്ടിയാണിത്? പ്രൊഡക്ഷൻ നിങ്ങള് മറ്റേ നമ്മളെ വെബ് സീരീസ് കണ്ടായിരുന്നു? അല്ല ഒരിക്കൽ പിള്ളേരോടടുത്ത് നിൽക്കാൻ ഇപ്പൊ പേടിയാണ്. വഴി നടന്നോണ്ട് കൊച്ചൊരാണെന്റെ കൊച്ചാ. ഇപ്പൊ കാര്യമില്ല എണ്ണ കലികാലം. വേറെന്തിനു പറയാൻ? കലികാലക്കുല ദൈവമേ. ഞാനിപ്പോ പണ്ടത്തെ എല്ലാ സെറ്റപ്പ് പരിപാടി നിർത്തിയിട്ടാണ്. അതെന്താടാ? ഞാൻ ഇപ്പൊ സിറ്റിയിൽ പിടിച്ചുപറി, റോബറി, മോഷണം അങ്ങനെ അന്ന് നിർത്തിയാണ്. ഒന്ന് നിർത്തിയാ അവന്റെ കഴ അങ്ങ് നിർത്തി തീർത്ത് കൊടുക്കുന്നു. നമ്മുടെ വണ്ടി പോയി. ഏത് വണ്ടി ഇടിച്ചു കയറ്റാൻ? ഇത് തന്നെ ഇവൻ തന്നെ. ഹലോ 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 കണ്ണാപ്പിയടാ ബോബെ. എന്ത് മച്ചു ബ്രോ, നോക്കി പോണേ ബ്രോ. നമ്മളെ വണ്ടിയിൽ ഒന്ന് ഇടിച്ച് ഇങ്ങോട്ടൊന്ന് ഇടിച്ചാ. താങ്ക് യു. ഇത്രേ ഉള്ളൂ. സിമ്പിൾ. നമ്മൾ അങ്ങോട്ട് ഇടപെടാൻ പോലെ ഇരിക്കും. പോയിട്ട് വരാം ബ്രോ. പെരുമാറ്റം ടാറ്റാ. സത്യമില്ല, സത്യം. എതിരെ നിൽക്കുന്ന ഒരാളുടെ ഉള്ളറിയാൻ കഴിഞ്ഞാൽ എല്ലാരും പാവങ്ങളാണെന്ന്. എന്താ ബോബെ നിനക്ക്? മനുഷ്യ പണ്ടത്തെ വള്ളി സ്വഭാവം ഒന്നുമില്ല. പച്ചായി അങ്ങോട്ട് ആരോട്ട് അങ്ങ് ദേഷ്യപ്പെടാനൊന്നും. അപ്പൊ തന്നെ റിഗ്രറ്റ്, ഇൻസ്റ്റന്റ് റിഗ്രറ്റ് അടിക്കുന്ന ആണല്ലേ? നല്ല കാര്യമാണ്. മര്യാദ നല്ല ഒരു മോശമായിട്ടൊരു വർത്താനം എന്റെ വായിന്നില്ലല്ലോ. ബെഞ്ചിലല്ലേ നീ ഇപ്പോഴും? അണ്ണാ ബെഞ്ചിലുള്ള എങ്ങനെ ഗ്യാങ് ഡ്രസ് ഇടുന്നേ? അവിടെ പോയിട്ട് അങ്ങോട്ട് പോയി നിൽക്കേണ്ട, സംസാരിക്കാൻ ഒന്നിനും നിൽക്കരുതെന്നാണ് എന്റെ അഭിപ്രായം. ഇനിയിപ്പോ അങ്ങോട്ട് സംസാരിക്കാൻ പോകണ്ട. ഞാൻ പറഞ്ഞല്ലോ, സിറ്റുവേഷൻ എടുക്കാൻ വണ്ടിയില്ല. പിന്നെ വണ്ടി ഇല്ലാതെ എന്തിനാണ് അമ്മാരുടെ അടുത്തോട്ട് പോണേ? നീ ഇപ്പൊ പറഞ്ഞ സ്ഥിതിക്ക് ഇവന്മാരെല്ലാം അറിഞ്ഞ്. അപ്പൊ ഇവന്മാരെല്ലാം ചെല്ലും. ഇതിപ്പോ മറ്റേ നാട്ടില് മൈക്ക് വെച്ച് അനൗൺസ് ചെയ്തിട്ട് ജംഗ്ഷനിലായിട്ടൊരു മസാജ് പാർലർ ഉണ്ട്. ഈ നാട്ടിലെ യുവജനങ്ങളൊന്നും അങ്ങോട്ട് വരരുത് എന്ന് പറയണത് പോലെ ആയി, പരസ്യം കൊടുത്ത പോലെ ആയി. ഞങ്ങളൊക്കെ ഗ്യാങ് ഹൗസിലാ, നീ മാത്രമേ ഉള്ളൂ അവിടെ. ഈ
ബുള്ളറ്റ് ഉണ്ട് കേട്ടോ സിറ്റിയില് റേഡിയോയിലുണ്ടാ അണ്ണാ, ഇത് സാറാറേക്ക് നല്ലൊരു അടി കിടന്ന് കറങ്ങുന്നുണ്ട് കേട്ടോ അണ്ണാ. എനിക്കൊന്ന് ഡ്രസ്സ് മാറണോടാ. ഓ, sure. ഹോ വീരപ്പൻ ഇറ്റാച്ചി എവിടെയായിരുന്നു? അണ്ണാ ഫുഡൊക്കെ അടിച്ച് കുളിച്ചിട്ടൊക്കെ വന്ന ആണല്ലേ? യാ. അപ്പിട്ടില്ലേ? ഇട്ടിട്ട് ഒരു വട്ടം കൂടെ പോണം. ഓക്കെ ഓക്കെ. എങ്ങനെ ഉണ്ടായിരുന്നു? പോരാ ഫ്ലോ ഇല്ല. ഓ, ഞാൻ അത് പറഞ്ഞു അണ്ണാ, ഇന്നലെ വിഴിഞ്ഞ ചിക്കൻ കഴിച്ചേട്ടാ അണ്ണാ. ഓ, നൈസായിരുന്നാ? ഞാൻ അതിനല്ലേ വീട്ടിൽ നിന്ന് അടി അതെന്ത്? ബാത്റൂമൊക്കെ ഞാൻ പൊട്ടിച്ചളഞ്ഞു ഞാൻ. ഓ, നാളെ പണിക്ക് ആളർത്തിക്കാണ്. പുതിയ ടാങ്കിനാ? ഓ, നിറച്ചോളഞ്ഞല്ല ഞാൻ മുളകിനൊക്കെ ഒരു ലിമിറ്റ് ഇല്ല അണ്ണാ. 1 കിലോ മുളക് 500 ഗ്രാം ഇറച്ചി. 1/2 കിലോ മുളക് 500 ഗ്രാം ഇറച്ചിയാ? ഓ, ആര് വിഴിഞ്ഞം ചിക്കണെന്നോ? എന്താ ഇതൊക്കെ ഡൂണാണോ സാറാറ്? ഹലോ ആണെങ്കിൽ അവരെയൊക്കെ ഒന്ന് നിർത്തണം, ഒന്ന് മര്യാദയ്ക്ക് ഒന്ന് നിർത്തണം. വയ്യ മടുത്ത് പറഞ്ഞ് മടുത്ത് നമ്മള്. അത് ആ ചത്തിട്ട് ആരെ കണ്ടാലും നീ സത്യം പറഞ്ഞ അണ്ണാ. എടാ ഇത് വണ്ടി ആരാ ലോക്ക് ചെയ്തേ? ഞാൻ തന്നെ കേറണ ബെഞ്ചിലാണെന്നുള്ളു. വണ്ടിയൊക്കെ എപ്പോഴും എന്റെ പേര് തന്നെ. മച്ചുപോട്ടാ ലീഡറായിട്ട് എന്റെ പേരിലൊരു വണ്ടി ഇല്ല ഇതുവരെ. സത്യം കേട്ടോ അണ്ണാ, ഞാൻ വന്നോണ്ടിരിക്കുക. കുറച്ച് കാര്യങ്ങൾ തിരുത്താറുണ്ട്. നിർബന്ധമില്ല, വേണമെങ്കിൽ കിട്ടും. നിങ്ങൾ എവിടെ വയ്ക്കുന്നത്? മുതുക്കിലെവിടെ വയ്ക്കുന്നത്? മുതുക്കിലോട്ട് പോയാ ഞാൻ റൂമിന്റെ അകത്തൊക്കെ കയറി തപ്പണ നിങ്ങളെ. ആണോ? ഞാൻ മുതുക്കിലെത്തി. സീരിയസ് സിറ്റുവേഷൻ ആകുമ്പോ സിനിമ ഇങ്ങനെ കുഞ്ഞു കളിക്കല്ലേ. നല്ല ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞേ. കരോളിൽ ഇറങ്ങണ്ട നമുക്ക്. രണ്ടും സെയിം അല്ലേന്നോ? കരോൾ ആ ഇറങ്ങി. രണ്ട് സെയിം അല്ലേന്നോ? അതെന്താ? 500 കിലോ. ആ പറയടാ, പറ. കരോളിൽ ഇറങ്ങണ്ട. കരോളിൽ ഇറങ്ങണം. കരോളിന്റെ ഇത് സെറ്റ് ചെയ്യാന്ന് പറഞ്ഞേക്കുന്നേ. പാട്ടൊക്കെ പഠിച്ചോണ്ടിരിക്കണം കേട്ടോ. ഇപ്രാവശ്യം പൊളിക്കണം. ദൈവം പിറക്കുന്നു മനുഷ്യനം ബദ്രഹമിൽ. എന്തരാ? ഹലോ കുട്ടി, ഹലോ, പേരെന്താ? എന്റെ പേര് ജെനിഫർ. ജെനിഫർ. ആരോട് നിക്കല്ലെന്നാ? മാമാടേ ലീവ് ദ സേഫ് സോൺ. നമ്മളോടാണോ? ഞാൻ കയ്യിൽ തോക്ക് വെച്ചേക്കുന്നുണ്ട്. നിന്നാലും പ്രശ്നമോ? വെറുതെ നിന്നാലും പ്രശ്നമാണോ സേഫ് സോണില്? നമ്മള് ലീവാണ്, നമ്മളിവിടെയാണ്. ഞാൻ വെറുതെ വന്നേ. നിങ്ങളുടെ കാര്യം നടക്കണം. ആ ഇല്ല നടക്കട്ടെ. ധൈര്യമായിട്ട് അടിയതോ. എന്തോടാ? ധൈര്യമായിട്ട് അടിയതോ. ഡൗട്ട് അതിന് നിന്റെ പേര് ഇടണോ അതോ മാമന്റെ പേര് ഇടണോ എന്ന് ഡൗട്ട്. എന്നാ അണ്ണൻ അങ്ങ് തീരുമാനിച്ച ആരായാലും നമുക്ക് സന്തോഷമില്ലുള്ളൂ. കിട്ടിയോ? ചെറുക്കന്മാരില്ല. നിങ്ങൾ തമ്മിൽ ഡിസ്കസ് ചെയ്തിട്ട് കിട്ടിയോടാ? ഓക്കെ ഞാൻ പറയാം. കണ്ടി അണ്ണ ഇതടി അണ്ണ. കുറച്ച് കുളിച്ചത് അണ്ണാ പോയിട്ട് നീ വണ്ടി കയറാൻ പെണ്ണോടിയ പപ്പം നിന്നൊക്കെ ഉടനെ എടുക്കടാ. അതിനെക്കൊണ്ട് അധികം ആവശ്യമില്ല. തല്ലി കൊല്ലും നാട്ടുകാര്. ഇതിന്റെയൊക്കെ സ്ലോട്ട് ഉടനെ ഫ്രീ ആവും കേട്ടോ. എടാ ബോബേ, നിനക്ക് ഓർമ്മയുണ്ടോ നിന്നെ ഒരു ദിവസം എനിക്ക് റാൻഡം വഴിയിൽ നിന്ന് ഇങ്ങനെ കിട്ടിയത്? സത്യല്ല അതൊക്കെ ഇന്നലത്തെ പോലെ എനിക്ക് ഓർമ്മയുണ്ട്. ഇന്നലെ എത്ര നാളായല്ലേ അതൊക്കെ?